നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്ന സംഭവമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ്. കേസിൽ അറസ്റ്റിലായ ഉന്നതന്മാർ വാർതുറന്നാൽ തകർന്നു വീഴുന്നത് പിണറായി സർക്കാരാണ്, അല്ലെങ്കിൽ താഴെ വീഴുന്നത്. അതിന്റെ ആദ്യപടിയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാർ തകർന്നടിഞ്ഞത്. തിരഞ്ഞെടുപ്പിൽ പോറ്റിപ്പാട്ടിനെ ട്രെൻഡാക്കി UDF നേട്ടം കൊയ്തു. കേസിൽ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലോടെയാണ് പുതിയ മാനങ്ങൾ കൈവന്നത്. രമേശ് ചെന്നിത്തല പരാമർശിച്ച വ്യവസായിയുടെ മൊഴിയാണ് നിർണായകമായത്. എന്നാൽ ചോദ്യം ചെയ്ത മണി ആരോപണം നിഷേധിച്ചിരിക്കുകയാണ്. തനിക്ക് ഈ കേസിൽ ബന്ധമില്ല എന്നും ബാലമുരുകൻ എന്ന ആളുണ്ട്, ഈ വ്യക്തി തന്റെ അഡ്രസ് ഉപയോഗിച്ചുള്ള മൊബൈൽ കൈവശം വെക്കുന്നുണ്ട് എന്നുമാണ്. സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളിൽ ഒരാളുടെ മൊബൈൽ കണ്ടത് ആ ഫോൺ നമ്പറാണ്. താൻ MS മണിയാണെന്നും D മണി മറ്റൊരാളാണെന്നുമാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ D മണിയെ തേടി അന്വേഷണ സംഘം പോകും. അതായത് തനിക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മാത്രമാണ് ഉള്ളതെന്നാണ് മണി മൊഴി നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പടം ഈ വ്യക്തിയെ പ്രത്യേക അന്വേഷണ സംഘം കാണിച്ചു. എന്നാൽ തനിക്കത് അറിയില്ലായിരുന്നു എന്നായിരുന്നു മൊഴി. ഏറെ ദുരൂഹതകൾ മണിക്ക് പിന്നിലുണ്ട് എന്നാണ് SITയുടെ സംശയം. മണിയുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് സംഘം. അതേസമയം ശബരിമല സ്വർണ്ണക്കടത്തിന് പിന്നിൽ രാജ്യാന്തര ലോബിയുണ്ടോ എന്നറിയണമെങ്കിൽ D മണിയുടെ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വ്യക്തമാക്കൽ. D മണി പറഞ്ഞത് മുഴുവൻ കളവാണെന്നും കണ്ടത് D മണിയെ തന്നെയാണെന്നും പോലീസ് സംഘം ഉറപ്പിച്ചു കഴിഞ്ഞു. മണി ഉപയോഗിക്കുന്ന 3 നമ്പറും മറ്റുള്ളവരുടെ പേരിലുള്ളവയാണ്. മണിയെക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് SIT ഓഫീസിലെത്തിയത്. ഇയാളെക്കുറിച്ച് അടിമുടി ദുരൂഹതയാണ് നിലനിൽക്കുന്നത്. ഡിണ്ടിഗൽ മണി നയിക്കുന്ന സമാന്തര സംവിധാനമുണ്ട്. SITയെ സഹായിക്കാൻ നിയോഗിച്ച പോലീസും ഒരു ഘട്ടത്തിൽ പിന്മാറിയെന്നും ഡിണ്ടിഗൽ പോലീസ് പിന്മാറിയതോടെ പരിശോധന പൂർത്തിയാക്കാതെ മടങ്ങിയെന്നും SIT പറയുന്നു. പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത D മണിയെ തന്നെയെന്ന് പ്രവാസി വ്യവസായി വ്യക്തമാക്കിയിരിക്കുന്നു. SIT കണ്ടത് താൻ കണ്ട D മണിയെ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ് പ്രവാസി വ്യവസായി. വ്യവസായിയിൽ നിന്നും അന്വേഷണ സംഘം വീണ്ടും മൊഴിയെടുക്കും. താൻ D മണിയെ അല്ല എന്നും MS മണിയാണെന്നുമാണ് മണിയുടെ വാദം. പോലീസ് അന്വേഷിക്കുന്ന വിഷയം അറിയില്ലെന്നും ബാലമുരുകന്റെ നമ്പറാണ് താൻ ഉപയോഗിക്കുന്നതെന്നാണ് ഇയാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മൊബൈൽ നമ്പർ പ്രതികളിൽ ഒരാളുടെ ഫോണിൽ ഉണ്ടായിരുന്നുവെന്നും ഈ വിവരം ചോദിക്കാനാണ് SIT സംഘം എത്തിയതുമെന്നാണ് അന്വേഷണ സംഘത്തോട് വിശദമായി മൊഴി നൽകിയെന്നും പോലീസ് വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് തനിക്ക് അറിയില്ല എന്നുമായിരുന്നു D മണിയുടെ കണ്ടെത്തലും പറയലും മൊഴി. അപ്പൊ എന്തായാലും നാൾക്കുനാൾ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പുതിയ വെളിപ്പെടുത്തലുകളും തീരുമാനങ്ങളും ഒക്കെ വരികയാണ്. എന്തായാലും കേസ് ഇനി എത്രയൊക്കെ പിണറായി സർക്കാരിനെ ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.